ഇന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്ന നമ്മുടെ റോക്കിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവർ നല്ല രീതിയിൽ തന്നെ റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സിജോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത കാര്യം ആസ്പദമാക്കി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് റോക്കി ആദ്യം തന്നെ സിജോയെ ആക്രമിച്ചതിനെ പറ്റി പറയുന്നൊരു കാര്യം, ഞാൻ ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്നോടൊരു അപരിചിതനായ ഒരു വ്യക്തി വന്ന് എന്നെ പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഞാൻ അയാളെ ഇടിക്കുകയോ അല്ലെങ്കിൽ ഫിസിക്കലി അയാളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കും എന്നൊരു രീതിയിലാണ് റോക്കി പറഞ്ഞത്. അപ്പോൾ ഇന്റർവ്യൂവർ അപ്പം തന്നെ എതിർക്കുന്നുണ്ട്. സിജോ ഒരിക്കലും റോക്കിയെ സംബന്ധിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു അപരിചിതനല്ല. 10-16 ദിവസം നിങ്ങൾ ഒരുമിച്ച് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ച രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിൽ വളരെ നന്നായി അറിയാം. എന്നിട്ടും ഈ പറയുന്ന സിജോ പ്രൊവോക്ക് ചെയ്ത സമയത്ത് ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ വന്നു റോക്കി ഒരുപാട് പ്രാവശ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, 5-6 വർഷത്തെ എന്റെ കാത്തിരിപ്പാണ്, ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അത്തരത്തിലൊരു സ്ഥലത്ത് വന്നു നിന്നുകൊണ്ട് ഒപ്പം മത്സരിക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സിജോ തന്റെ താടിക്കൊന്ന് തൊട്ടു, ദേഹത്തൊന്ന് തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മോറിടിച്ച് പൊളിക്കുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്ന് റോക്കിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തന്നെ ഒരു സഹനവും അതുപോലെ തന്നെ നമ്മളുടെ മെന്റലി ആൻഡ് ഫിസിക്കൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ഇപ്പൊ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് എത്രത്തോളം മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പോൾ അതുപോലൊരു സ്ഥലം ഒരുപാട് ആഗ്രഹിച്ചു വന്നു നിന്ന റോക്കി തനിക്ക് ഒട്ടും അർഹനല്ലാത്ത രീതിയിലാണ് താൻ അവിടെ കയറി വന്നതെന്നുള്ള കാര്യം തെളിയിക്കാനുണ്ടായത്. ഇപ്പോ സിജോ ചെയ്തൊരു കാര്യം നമ്മൾ 100% ശരിയെന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. ആദ്യം റോക്കിയുടെ ദേഹത്ത് കൈവച്ചത് സിജോ എന്ന കണ്ടസ്റ്റന്റ് ആണ്. ആദ്യം റോക്കിയുടെ താടിക്ക് കയറി പിടിച്ചത് സിജോ ആണ്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന റോക്കി തിരിച്ച് സിജോന്റെ താടി കയറിയിട്ട് നല്ല രീതിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോഴും റോക്കി പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ ദേഹത്ത് തൊടടാ, തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇടിച്ചിരിക്കും എന്ന് 3 വട്ടം റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത്രയ്ക്കൊന്നും നീ ഇല്ലടാ, അതിനെ കൊണ്ടൊന്നും നിനക്ക് പറ്റില്ലടാ മോനെ റോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കിയുടെ ദേഹത്ത് ആദ്യം കൈവെക്കുന്നത് ഈ പറയുന്ന സിജോ തന്നെയാണ്. അപ്പൊ തന്നെ റോക്കി ഒന്നും നോക്കിയില്ല, മോറിടിച്ചങ്ങ് പൊളിച്ചു. ഒരു ബോക്സിംഗ് ചാമ്പ്യനും കൂടി ആയിട്ടുള്ള റോക്കി അങ്ങനെ ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊക്കെ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും സിജോ ഒരു ഓപ്പറേഷന് വിധേയനാവേണ്ടി വന്നു. ഒരു പ്ലേറ്റും 4 സ്ക്രൂവും 10 ബാൻഡേജും അടങ്ങുന്ന കാര്യങ്ങളൊക്കെ സിജോന്റെ വായിൽ ഇടേണ്ടതായിട്ട് വന്നു. അതിലുപരി ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടായ 2 കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. റോക്കി എന്ന കണ്ടന്റ് ക്രിയേറ്ററും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന സിജോ എന്ന വ്യക്തിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറി നിന്നു. ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മുടെ വ്യൂവേഴ്സിനെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള കാര്യം തെളിയിക്കേണ്ട ഒരു സമയമാണ് ഈ പറയുന്ന 3 മുതൽ 5 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലയളവ്. ആ ഒരു കാലയളവ് സിജോനെ സംബന്ധിച്ചുകൊണ്ട് ഇല്ലാതാവുകയായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും സിജോ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തനിക്ക് വിശ്രമം ആവശ്യമായിട്ട് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ അധീനതയിൽ തന്നെ വിശ്രമത്തിലായിരുന്നു. ആ ഒരു സമയത്ത് റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. എന്തൊക്കെയായാലും കണ്ടന്റുകൾക്ക് ക്ഷാമം വന്ന ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള വ്യക്തികൾ ആ ഒരു കണ്ടന്റുകൾ ഉണ്ടാക്കുകയും ആ ഒരു സ്ഥാനത്തെ അവർ ഏറ്റെടുക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ സിജോ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരു കാട്ടുതീയായി പടരും എന്നൊക്കെ പറഞ്ഞാട്ടും പക്ഷെ ആ ഒരു രീതിയിലേക്ക് തന്റെ ഗെയിം പണ്ട് കളിച്ചു വന്ന രീതിയിലോ അല്ലെങ്കിൽ പണ്ട് സംസാരിച്ചു വന്ന രീതിയിലോ സിജോന് സംസാരിക്കാനോ തന്റെ ഗെയിം കാഴ്ചവെക്കാനോ സാധിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു കാരണക്കാരൻ ഈ റോക്കി തന്നെയാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ സിജോയും റോക്കിയും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഒന്നില്ലെങ്കിൽ റോക്കിയോ സിജോയോ ലാലേട്ടന്റെ ഒക്കെ കയ്യിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറിനുള്ള ആ ഒരു ട്രോഫി വാങ്ങുമായിരുന്നു, ഒരാൾ റണ്ണറപ്പും ആകുമായിരുന്നു. അത്രയും നല്ല രീതിയിലുള്ള ജനപിന്തുണയും അത്രയും നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന 2 കണ്ടസ്റ്റന്റിനെ അവിടെ വെച്ച് ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് റോക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ ഒരു സമയത്തും സിജോയെ നമ്മൾ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ റോക്കിയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയോ കുറ്റം പറയുകയോ ഒന്നുമല്ല. റോക്കിയുടെ ഭാഗത്ത് ശരിയുണ്ട്, റോക്കി പറഞ്ഞതാണ് എന്റെ ദേഹത്ത് തൊടരുതെന്ന്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഒരു
ഒരാളുടെ ശരീരത്തിൽ മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ അനുവാദമില്ലാണ്ട് സ്പർശിക്കരുത് എന്നുള്ള കാര്യം, ആ ഒരു നിയമമാണ് സിജോ അവിടെ വെച്ച് ലംഘിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും സിജോ ദേഹത്ത് തൊട്ടതിന് ശേഷം റോക്കി കയറി ഇടിച്ച് സിജോന്റെ മോറ് പൊളിച്ച കാര്യം നമുക്കൊരിക്കലും അദ്ദേഹത്തെ ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആദ്യത്തെ റൂളാണ് ഒരു കണ്ടസ്റ്റന്റിനെ ഒരിക്കലും യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തി ആക്രമിക്കരുത്. ഫിസിക്കൽ അസോൾട്ട് എന്ന കാര്യം ബിഗ് ബോസ് ഹൗസിൽ ബാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെയും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് ആണ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു പ്രവൃത്തിയോടുകൂടെ റോക്കി എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ഒട്ടും ആപ്റ്റ് അല്ല. 6 കൊല്ലത്തെ കാത്തിരിപ്പാണെങ്കിലും ബിഗ് ബോസിനെ പറ്റി ഒട്ടും തന്നെ പഠിക്കാതെയാണ് റോക്കി എന്ന കണ്ടസ്റ്റന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടും 16ാം ദിവസം ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം ഫിസിക്കൽ അസോൾട്ട് ചെയ്യുക എന്നത് മാത്രമല്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയും കാണുന്നതാണ്. അപ്പോൾ അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, അത് തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നിട്ട് നമ്മൾ മര്യാദ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ടതാണ്. നിങ്ങൾ എത്ര പേര് ബിഗ് ബോസ് ഹിന്ദി കാണുന്ന വ്യക്തികളുണ്ടെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ഹിന്ദി 10ാം സീസണിലാണെന്ന് തോന്നുന്നു ഓം സാമി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. ആ കണ്ടസ്റ്റന്റ് സ്വന്തം മൂത്രം എടുത്തുകൊണ്ട് തന്റെ എതിരെ കളിച്ച അല്ലെങ്കിൽ തന്നെ പ്രൊവോക്ക് ചെയ്ത ഒരു കണ്ടസ്റ്റന്റിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും അതിനോടനുബന്ധിച്ച് ബിഗ് ബോസ് ആ ഒരു ഹിന്ദി സീസണിൽ നിന്ന് ഓം സാമിയെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊരിക്കലും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു മര്യാദ ലംഘനമാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ വളരെ മോശമായ ഒരു പ്രവൃത്തി തന്റെ ഭാഗത്തു നിന്ന് ചെയ്തതുകൊണ്ടാണ് ഓം സാമി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ നിന്ന് നീക്കം ചെയ്തത്. റോക്കിയുടെ ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കരമായ ഒരു ഫിസിക്കൽ അസോൾട്ട് ആണ്. സിജോ എന്ന കണ്ടസ്റ്റന്റിന് ഒരു സർജറിക്ക് വിധേയനാവേണ്ടി വന്നു. സ്വന്തം വായിൽ ഒരു പ്ലേറ്റും 4 സ്ക്രൂവും 10 ബാൻഡേജും അടങ്ങുന്ന കുറച്ച് അതിഥികൾ വന്നു എന്നാണ് സിജോന്റെ ഭാഷയിൽ സിജോ അതിനെപ്പറ്റി പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സിജോയെ ഇത്തരത്തിൽ ആക്രമിച്ചതിലൂടെ മാനസിക സംഘർഷത്തിലേക്ക് സിജോന്റെ വീട്ടുകാരെ കൂടി തള്ളിവിടുന്ന രീതിയിലായിരുന്നു റോക്കിയുടെ ഈ ഒരു പ്രവൃത്തി വന്നിരുന്നത്. കാരണം നമുക്കറിയാം, ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് സിജോന്റെ മാതാപിതാക്കൾ വന്നു നിന്നപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടതും സിജോനെ പറ്റി അവർ ഭയങ്കരമായിട്ട് വറി ചെയ്തതും ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു. സിജോന്റെ അമ്മ പൊട്ടിക്കരഞ്ഞ ആ ഒരു കരച്ചിലൊക്കെ ഇപ്പോഴും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ആ ഒരു ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്കും സിജോ എന്ന കണ്ടസ്റ്റന്റിന് ഉണ്ടായ പേഴ്സണൽ ആയിട്ടുള്ള വേദനകൾക്കും കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി റോക്കി തന്നെയാണ്. ഒക്കെയാണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിൽ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ റോക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോക്കിയെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് റോക്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു തരത്തിലാണ് ആ ഒരു ഇന്റർവ്യൂവർ ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ആ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ മാന്യമായിട്ട് റോക്കി അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്